ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് ഇപ്പോൾ ഹൈദരാബാദിലേക്ക് മമ്മൂട്ടി പോകുന്നത്. അതിനായി ചെന്നൈ എയർപോർട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ, അത് നമ്മൾ പകർത്തിയത്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വളരെ സജീവമായ സിനിമ സമയങ്ങളാണ് മമ്മൂട്ടിക്ക് മുന്നിലുള്ളത്. അതും നമുക്ക് എത്രമാത്രം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. റഹീസ്, കൂടുതൽ വിവരങ്ങൾ ഈ ചിത്രത്തിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ച മറ്റു വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായിട്ടാണ് മമ്മൂക്ക എന്തായാലും എത്തുന്നത്. ഒക്ടോബർ 1 മുതൽ 15 വരെയാകും ഹൈദരാബാദിലെ ഷൂട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മമ്മൂക്ക ലണ്ടനിലേക്ക് പോകും. ലണ്ടനിലാണ് അതിന്റെ പിന്നീടുള്ള ചിത്രീകരണം ഒക്കെയും നടക്കുന്നത്. പിന്നീടാകും അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചെത്തുന്നത്. അതായത് ലണ്ടനിലെ ഷൂട്ടിംഗ്, അതിന്റെ ഷെഡ്യൂൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മമ്മൂട്ടി ഇനി കൊച്ചിയിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ എന്നുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ അവിടെ മമ്മൂക്ക മാത്രമല്ല, ലാലേട്ടനുമുണ്ട്. നാളെ ഇനി രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ചിത്രമൊക്കെ പുറത്തു വരും, അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അങ്ങനെ ഒരു ചിത്രമൊക്കെ വന്നേക്കാം എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ഉൾപ്പെടെ ഒരു വലിയ താരനിര തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത്. എന്തായാലും ഇന്ന് അദ്ദേഹം ഹൈദരാബാദിലെത്തും. നാളെ രാവിലെയോടുകൂടി ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തും. 15 വരെ ഹൈദരാബാദിൽ തുടരും. അതിനുശേഷം ലണ്ടനിലാകും ഷൂട്ടിംഗ് നടക്കുക. ലണ്ടനിലേക്ക് പോകും. പിന്നീട് ആ ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമാകും കൊച്ചിയിലേക്ക് എത്തുക. ഈ ലണ്ടനിലെ ഷെഡ്യൂൾ എത്ര ദിവസം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആയിരിക്കണം. അത് കൃത്യം ഒരു ദിനം പറയാൻ കഴിയില്ല. അതിനപ്പുറം അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു വലിയ സ്വീകരണമാകും മലയാളികൾ നൽകാൻ പോകുന്നത്. അത് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാകും ഇനി കാത്തിരിക്കാൻ പോകുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടാകും. അത് മമ്മൂക്കയ്ക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ആശംസകൾ ഓതാൻ, അദ്ദേഹത്തിനെ ആനയിക്കാൻ, അദ്ദേഹത്തിനെ സ്വീകരിച്ചു കൊണ്ടുവരാൻ അത്തരത്തിൽ തന്നെ ഒരു വലിയ കൂട്ടമാകും എന്തായാലും ഉണ്ടാകുന്നത്. വലിയ ആശ്വാസവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വാക്കുകളും കിട്ടാത്ത തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചെന്നൈ വിമാനത്താവളത്തിലേക്ക് അദ്ദേഹത്തിന്റെ കാർ ഓടിച്ചു വരുമ്പോൾ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്നത് ആരാകും എന്നതായിരുന്നു ചോദ്യം. അത് മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹം അങ്ങനെ വാഹനം അദ്ദേഹത്തിന് ഓടിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അവിടെ അങ്ങനെ ഡ്രൈവർമാർക്കോ മറ്റാർക്കുമോ അധികം സ്ഥാനം കിട്ടാറില്ല. അപ്പോൾ അദ്ദേഹം തന്നെ വണ്ടി ഓടിച്ചു വരുന്നു. അദ്ദേഹം ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു. വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വരുന്നു. വളരെ ആത്മവിശ്വാസത്തോടെ തിരിച്ചു വരുന്നു. വലിയ ഊർജത്തോടെ തിരിച്ചു വരുന്നു. ആ പ്രഭ എവിടെയും കെട്ടുപോയിട്ടില്ല. ഒരു ശോഭയും മങ്ങിയിട്ടില്ല. കൃത്യമായി തന്നെ പറയാൻ കഴിയും, മമ്മൂക്ക ഈസ് ബാക്ക്. അദ്ദേഹം തിരികെ വന്നിരിക്കുന്നു ആൻഡ് ഹീസ് ഓൺ. കൃത്യമായി അത് ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും ഒരു ക്ഷീണം കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുകയോ ഒന്നും ചെയ്യാത്ത തരത്തിൽ അതിനൊക്കെ ആശങ്കകളൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്ന് അടിവര ഇട്ടുകൊണ്ട് അങ്ങനെ സ്ഥാപിച്ച് അത് ഉറപ്പിച്ചുകൊണ്ടാണ് മമ്മൂക്ക തിരികെ വരുന്നത്. എന്തായാലും ഇനി സിനിമാ ലോകത്തിന്റെ വലിയ പ്രതികരണങ്ങളൊക്കെ വരും. അദ്ദേഹത്തിന് കുറെ നാളുകളായി നമ്മൾ പല താരങ്ങളോടുമൊക്കെ ചോദിക്കുമ്പോഴും സുഖവിവരങ്ങൾ തിരക്കാറുണ്ട്, പക്ഷേ സന്ദർശിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഈ അസുഖത്തിന് ശേഷം, ചികിത്സയ്ക്കൊക്കെ ശേഷം, റിക്കവറിക്ക് ശേഷം അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു. അധികം താരങ്ങളെ ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ല. തന്റെ സഹപ്രവർത്തകരെ അദ്ദേഹം കണ്ടിട്ടില്ല. ഒരുപാട് പേരൊക്കെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചിരുന്നപ്പോഴും അദ്ദേഹം ഈ ഒരു ട്രീറ്റ്മെന്റിലായതുകൊണ്ട് തന്നെ അവർക്കാർക്കും പോയി കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ പിറന്നാൾ ദിനത്തിലും വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഒരു ചാൻസ് കിട്ടിയത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട്. ആന്റോ ജോസഫും രമേശ് പിഷാരടിയും അടക്കമുള്ള ഒരു ചെറിയ സംഘം, വീട്ടിലുള്ളവർ ഉൾപ്പെടെ ഏതാണ്ട് 10 പേർ മാത്രമാണ് ആ ഒരു പിറന്നാൾ ചടങ്ങിലൊക്കെയും ആഘോഷത്തിലൊക്കെയും പങ്കെടുത്തത്. അപ്പോൾ കുറെ താരങ്ങൾ അങ്ങനെ മമ്മൂക്കയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇനി അവരുടെയൊക്കെയും ആശംസകളുടെ വരവാണ്. അത് ഏത് തരത്തിലാകും അവരൊക്കെ മമ്മൂക്കയ്ക്ക് ആശംസ നേരുക, അദ്ദേഹത്തിനെ തിരിച്ച് ആനയിച്ച് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിലേക്ക് കൊണ്ടിരുത്തുക എന്നുള്ളത് അതുകൂടി ഇനി കാണേണ്ടി വരും. എന്തായാലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കാത്തിരുന്ന് പുതിയ പ്രൊജക്ട് എപ്പോഴാകും മമ്മൂക്ക തിരികെ വരിക. അസുഖം മാറി എന്ന് കേട്ടപ്പോൾ ഉണ്ടായ ആ ഒരു ആശ്വാസം, ആ ഒരു നെടുവീർപ്പ്, അതിനൊക്കെയും അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് മമ്മൂക്ക വീണ്ടും സജീവമാകുന്നു എന്നുള്ളത്. അദ്ദേഹം ഇനി സ്വാഭാവികമായിട്ടും കുറെ അധികം ചിത്രങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് നമുക്ക് ലോകയിൽ മൂത്തോൻ എന്ന ക്യാരക്ടർ അത് മമ്മൂക്കയാകും ചെയ്യുക എന്ന് ദുൽഖർ തന്നെ പ്രഖ്യാപിച്ചത്. ആ സൗണ്ട്
കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് അറിയാം ആ ഒരു സിനിമയിലെ ക്യാരക്ടർ. ശബ്ദം കൊണ്ട് മാത്രം ആ സിനിമയിൽ വന്നുപോയ മമ്മൂക്ക, ആ മമ്മൂക്കയ്ക്ക് ലോകയിൽ അതാണ് മൂത്തോൻ, ഞങ്ങളുടെ മൂത്തോന് പിറന്നാൾ ആശംസകൾ എന്ന രീതിയിലാണ് ദുൽഖർ മമ്മൂക്കയുടെ ആ ഒരു പിറന്നാളിന് ആശംസകൾ നേർന്നത്. അപ്പോൾ ആ തരത്തിലൊക്കെയും ഇനി കാര്യങ്ങൾ മാറും. ആ രീതിയിലൊക്കെ ആരാധകർ ഇനി മമ്മൂക്കയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കും. മമ്മൂക്ക ഇനി എപ്പോഴാണ് സെറ്റിൽ നിന്നൊരു ചിത്രം പങ്കുവെക്കുക, ഏത് തരത്തിലാകും? അദ്ദേഹം ഒരു ഫോട്ടോ എന്തൂസിയാസ്റ്റിക് ആണ്. അതിനപ്പുറത്തേക്ക് ഫോട്ടോഗ്രാഫി, പല തരത്തിൽ ചിത്രങ്ങൾ എടുക്കുന്ന, സാധാരണങ്ങളുടെ ചിത്രങ്ങൾ അങ്ങോട്ട് എടുത്തു കൊടുക്കുന്ന, മികച്ച ഫ്രെയിമുകൾ ചിത്രങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ കുറെ അപ്ഡേറ്റുകൾ ഇനി മമ്മൂക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ബാക്ക് ടു നോർമൽ എന്ന രീതിയിലേക്ക് മമ്മൂക്ക എപ്പോൾ മാറും എന്നുള്ളത് കൂടി കാണണം. സെറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇനി ഏത് തരത്തിലാകും മമ്മൂക്ക പങ്കുവെക്കുക? നാളെ സഹതാരങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം ഒരുക്കിയേക്കാം. അത്തരത്തിൽ ഒരു ആഘോഷത്തിന്റെ രീതിയിലേക്ക് നാളെ ഹൈദരാബാദിലെ ഈ ഷൂട്ടിംഗ് സെറ്റ് മാറിയേക്കാം. അപ്പോൾ അങ്ങനെ ഒക്കെ കൂടി ഒരു വികാരമാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്നത്. കാരണം ആ ഒരു കാഴ്ച എത്ര വട്ടം ഇങ്ങനെ പിന്നെയും കണ്ടാലും മതിയാകും എന്ന് പറയാൻ കഴിയില്ല. മമ്മൂക്ക ഉണ്ടായിരുന്നത് ചെന്നൈയിൽ അദ്ദേഹത്തിന് 2 വീടുകളുണ്ട്. ഒരു വീട്ടിൽ അദ്ദേഹം ഈ മക്കളും, പ്രത്യേകിച്ച് മക്കളും ഈ ഭാര്യയും മാത്രമാണ് അദ്ദേഹത്തിനോടൊപ്പം അധിക സമയം ഉണ്ടായിരുന്നത്. 1-2 സഹായികൾ മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് മമ്മൂക്കയും പുറത്തേക്ക് ഇറങ്ങി കുറെ അധികം ആളുകളെ കാണാൻ പോകുന്നത് വളരെ നാൾക്ക് ശേഷമാണ്. അത് ഈ പിന്നീടും ഈ ആരാധകർക്കിടയിലേക്ക് ഇറങ്ങുന്നത്, സജീവമായി മാറുന്നത് അദ്ദേഹത്തിനും ഒരു പുതിയ ഊർജമാണ്. അദ്ദേഹത്തിനും അതൊരു വേറെ സ്പെഷ്യൽ കാര്യം കൂടിയാണ്. കാരണം ഇത്രയധികം നാളൊന്നും അങ്ങനെ അടച്ചിട്ട രീതിയിൽ മമ്മൂക്കയെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുമ്പോൾ അടുത്ത സെറ്റിലേക്ക് ഓടിപ്പോകുന്ന മമ്മൂക്കയാണ് എപ്പോഴും കാണുന്നത്. തന്റെ ഉള്ളിലുള്ള കഴിവിനെ എത്ര തന്നെ മിനുക്കിയാലും, എത്ര തന്നെ ഉരച്ചാലും ഇനിയും തെളിഞ്ഞു വരുമെന്ന് ആവർത്തിച്ച് പറയാറുള്ള മമ്മൂക്കയാണ്. അദ്ദേഹത്തിന് ഏതൊക്കെ അവാർഡുകൾ ലഭിച്ചാലും, ഏതൊക്കെ പട്ടങ്ങൾ ലഭിച്ചാലും ഇനിയും തന്നിൽ നിന്ന് കഴിവ് പുറത്തു വരാനുണ്ടെന്ന് വിശ്വസിക്കുന്ന, സിനിമയോട് അത്രയധികം പാഷനുള്ള ഒരാളാണ്. അപ്പോൾ ആ മമ്മൂക്ക ഇനി സജീവമായി തന്നെ സിനിമയിൽ ഉണ്ടാകും. അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം എന്നതിനപ്പുറം ഒരു അല്പം അഹങ്കാരം കൂടിയാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ മോഹൻലാലിന് അടുത്തിടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. അതിനപ്പുറം ഞങ്ങൾക്ക് അങ്ങനെ ഒരു നടൻ മാത്രമല്ല ഞങ്ങളിലുള്ളത് എന്ന് മലയാളികൾ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഒരല്പം അഹങ്കാരത്തോട് പറയുന്നതാണ്. ഞങ്ങൾക്ക് മമ്മൂട്ടിയുമുണ്ട്, മോഹൻലാലുമുണ്ട്, അങ്ങനെ ഒരു പിടി നല്ല താരങ്ങളുണ്ടെന്ന് പറയുന്നു. അവിടെയാണ് മമ്മൂക്കയുടെ അസാന്നിധ്യം കുറെ നാൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്, വളരെ ആശങ്കയോടെ കണ്ടുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുന്നു. അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇനി മമ്മൂക്ക സജീവമായി തന്നെ മലയാള സിനിമയിലുണ്ട്. ഇനിയുള്ള സിനിമകളൊക്കെയും ഒരുപക്ഷെ മാറ്റിവെക്കുമോ, നീട്ടിവെക്കുമോ, ഒഴിവാക്കപ്പെടുമോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് അസുഖമായതിനാൽ വീണ്ടും പഴയതുപോലെ സജീവമാകാൻ കഴിയുമോ, അത്രയും മണിക്കൂറൊക്കെ ഒരേപോലെ ഇങ്ങനെ ജോലിയിൽ തുടരാൻ കഴിയുമോ, അഭിനയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ വലിയ തോതിൽ ആശങ്കകളെല്ലാം നീങ്ങിയാണ് റഹീസ്. ഇപ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കാണുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി മമ്മൂക്ക തിരികെ വരുന്നു എന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും അതിൽ എത്രമാത്രം കാര്യമുണ്ട് എന്നൊക്കെ പലരും സംശയിച്ചിരുന്നു. കാരണം 8 മാസമായി മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മമ്മൂക്ക. ഇപ്പോൾ അതെല്ലാം, നമ്മുടെ ആശങ്കകളെല്ലാം അസ്ഥാനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്ക തന്നെ നേരിട്ട് നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് വരുന്നു, നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നു. അതും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള യാത്രക്കിടെയാണ് ചെന്നൈ എയർപോർട്ടിൽ നിന്നും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പകർത്തി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതും ഏറ്റവും എടുത്തു വരേണ്ട കാര്യമാണ്. മമ്മൂക്കയ്ക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് തോന്നുന്നില്ല. വളരെ 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 കൃത്യമായി, എങ്ങനെയാണോ മമ്മൂക്കയെ നമ്മൾ എന്നും കാണാറുള്ളത് അതുപോലെ തന്നെ വളരെ എനർജറ്റിക്കായി മമ്മൂക്ക നടന്നു നീങ്ങുന്നു. ഒപ്പം തന്നെ ആൾക്കാരെയൊക്കെ നോക്കി വളരെ കൂളായി, വളരെ മാസ്സായിട്ട് തന്നെ പറയാം, ആ രീതിയിലുള്ളൊരു എൻട്രി മമ്മൂക്ക നൽകി അങ്ങനെ എയർപോർട്ടിനകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ ചർച്ചയായി മാറിയിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഈ കഴിഞ്ഞ 7-ാം തീയതി സെപ്റ്റംബർ 7-നാണ് മമ്മൂക്കയുടെ 74-ാം പിറന്നാൾ ആഘോഷം. എന്നൊക്കെ ഈ സിനിമാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമൊക്കെ വാർത്തയായെങ്കിൽ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. പ്രത്യേകിച്ചും മമ്മൂക്ക ആരാധകർ, മലയാള സിനിമാ പ്രേമികൾ എല്ലാവരും കാത്തിരുന്നത് മമ്മൂക്ക എപ്പോൾ തിരിച്ചു വരും മലയാള സിനിമയിലേക്ക് എന്നുള്ളതാണ്. അതിനുത്തരമായിരിക്കുന്നു മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റിലൂടെ മമ്മൂക്ക വീണ്ടും ഒരു മാസ് എൻട്രി മലയാള സിനിമയിലേക്ക് നടത്തുകയാണ്. മാത്രമല്ല, അതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ്. നാളെയാണ് ആ ലൊക്കേഷനിൽ മമ്മൂക്ക ജോയിൻ ചെയ്യുക. അതിനുശേഷം ലണ്ടനിലേക്ക് പോകും എന്നുകൂടി അറിയുന്നു. അവിടെയാണ് കൂടുതൽ ഷെഡ്യൂളുകൾ ഉണ്ടാവുക. പിന്നെ തിരികെ കൊച്ചിയിലേക്ക് എത്തും എന്നുകൂടിയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടുതൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ, അത് പ്രത്യേകിച്ച് ലൊക്കേഷൻ ദൃശ്യങ്ങളൊക്കെ വരും എന്നാണ്
നമ്മൾ കരുതുന്നത്. പ്രതീക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.